ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1202 ആണ്ട് മലയാള വർഷഫലം. അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വിജയങ്ങളും അതുപോലെ തന്നെ ഒരു വർഷത്തേനുള്ള ഫലമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ നിരവധി കാര്യങ്ങൾ ഓരോ ഭാവങ്ങളെയും വിചിന്തനം ചെയ്തുകൊണ്ട് എല്ലാ പ്രായക്കാർക്കും പ്രയോജനം വരത്തക്ക രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പ്രഥമമായിട്ട് ആരോഗ്യ കാര്യങ്ങളാണ്. ആരോഗ്യം പൊതുവെ ഈ ഒരു വർഷം തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാൻ യോഗമുണ്ട്. നൈസർഗിക ശുഭനായിരിക്കുന്ന വ്യാഴഗ്രഹം നിവൃത്തിസ്ഥാനമായ 7-ാമിടത്ത് നിൽക്കുന്ന ഒരു വർഷമാണ് ഈ മകരം രാശിക്കാർ. സർവവിധ വിജയങ്ങളുമാണ് വന്നു ചേരുക. അതായത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ വന്നു ചേരുകയോ അംഗീകാരങ്ങൾ വന്നു ചേരുകയോ ഒക്കെ ചെയ്യുവാൻ യോഗമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ശത്രുത കുറയും എന്നുള്ളതാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ശത്രുക്കൾ മിത്രങ്ങളായി വരികയും തോൽപ്പിക്കാനാവുകയില്ല എന്നൊരു തോന്നൽ ശത്രുക്കൾക്ക് വന്നു ചേരുകയും അനുനയ രീതിയിൽ കൂടി പോകുവാൻ തീരുമാനിക്കും. അതുവഴി ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം സാധിക്കും. തൊഴിൽ രംഗത്ത് അത് വളരെയധികം പ്രയോജനം ചെയ്യുകയും ചെയ്യും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതായത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരും. ഏഴര ശനിയോ കണ്ടകശനിയോ ഒന്നുമുള്ള സമയമല്ല. അലസതയൊക്കെ വിട്ട് പ്രവർത്തിച്ച് ധൈര്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. ഒരു പേടിയോ ഭയമോ ഒക്കെ ഉള്ളിൽ മനസ്സിൽ പ്രവർത്തന രംഗത്ത് കാര്യക്ഷമതയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. അതൊക്കെ മാറ്റിവെച്ച് ഉന്മേഷത്തോടുകൂടി കർമ്മരംഗത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തി മുൻപോട്ട് നീങ്ങുക. വിജയങ്ങൾ സുനിശ്ചിതമായിട്ടും വന്നു ചേരും. അത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ സൂചകമാണ്. അതായത് പ്രാഥമിക വിദ്യ ആയാലും ഉപരിപഠനമോ ഉന്നത വിദ്യാഭ്യാസമോ ഒക്കെ ചിന്തിക്കുന്ന ഭാവങ്ങളിലൊന്നും ഈ ഒരു വർഷം പാവത്വമില്ലാത്ത ഒരു വർഷമാണ്. കൂടാതെ ദൈവാധീനമുണ്ട് താൻ. മകരം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യഭാവം 9-ാം ഭാവം. അത് ബുധഗ്രഹമാണ്. കന്നി രാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ അത് വിദ്യാകാരകനാണ്. ആ വിദ്യാകാരകനായിരിക്കുന്ന വിദ്യയുടെ അധിപനായിരിക്കുന്ന ആ ബുധഗ്രഹവും ചൊവ്വായും ശുക്രനും ഒക്കെ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയം വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നിച്ച് ഒരു വർഷം മുഴുവൻ ദിവസവും നേട്ടങ്ങൾ എന്നുള്ളതല്ല. ഈ 12 മാസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പരീക്ഷകൾ എഴുതിയാൽ വിജയിക്കും, ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താൽ പാസ്സാകും, പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ജോലി കിട്ടും. അത് PSC പോലെയുള്ള പരീക്ഷകൾ എഴുതുന്നവരായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിദേശത്ത് പോകുന്നതിന് വേണ്ടിയോ ഒക്കെയുള്ള പരീക്ഷ എഴുതുന്നവരോ സ്വന്തം നാട് വിട്ട് പഠിച്ച് തൊഴിലധിഷ്ഠിതമായ രീതിയിൽ പഠിക്കുന്നവർ, അതിനുവേണ്ടി പരീക്ഷ എഴുതുന്നവർ, IELTS MOH പോലെയുള്ള പരീക്ഷകൾ, മറ്റ് ഇതര പരീക്ഷകളുണ്ട്. ഓരോ രാജ്യത്തേക്ക് ഓരോ രാജ്യത്തിൻ്റെതാണ്. പിന്നെ ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി കിട്ടുവാൻ യോഗമുണ്ട്. തൊഴിൽ സ്ഥാനം വളരെ ക്ലിയറായിട്ട് ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം. ചിങ്ങം രാശി ചിങ്ങമാസം മുതൽ അത് ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഐശ്വര്യപൂർണമായി. ഏതെങ്കിലും തരത്തിൽ പിണങ്ങി നിൽക്കുന്ന ദമ്പതികളാണ് നിങ്ങൾ എങ്കിൽ ഇനി വെച്ച് താമസിക്കേണ്ട കാര്യമില്ല. വിട്ടുവീഴ്ചയിലൂടെ പരസ്പരം സംസാരിച്ച് അനുനയ രീതിയിൽ വന്ന് ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ യോഗമുണ്ട്. അതായത് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഗൃഹം വന്നു ചേരുന്നതിനും വാഹനം വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും
പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വന്നു ചേരുവാനൊക്കെ എല്ലാ തരത്തിലും നല്ല യോഗമുണ്ട്. മംഗളകാര്യങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കുക, ഉല്ലാസയാത്ര പോവുക, അതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു. അതുപോലെ വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽപരമായിട്ടും വിദ്യാപരമായിട്ടും നല്ലതാണ്. കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും അതുപോലെ തന്നെ പണം കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും വളരെ ജാഗ്രത പാലിക്കണം. ഭൂമി സംബന്ധമായിട്ടും കൃഷി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കലാരംഗവുമായി ബന്ധപ്പെട്ടോ ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ മെഡിക്കൽ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അധ്യാപകർ, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ് ഓഫീസേഴ്സ്, മിലിറ്ററിക്കാർക്ക് ഇവർക്കൊക്കെ നല്ലതാണ്. ചൊവ്വായൊക്കെ നല്ല പൂർണ്ണ ബലവാനായിട്ട് വരുന്നു. മിലിറ്ററിയിലോ പോലീസിലോ ഒക്കെ ജോലി കിട്ടുവാൻ അതിനുവേണ്ടി ശ്രമിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന സമയമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു മെക്കാനിക്കായാലും ഒക്കെ അഭിവൃദ്ധികൾ സൂചകമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ തന്നെ ചെയ്യണം. രാശിയുടെ അധിപൻ ശനിയാണല്ലോ. അപ്പോൾ ഗണപതി ഹോമം വഴിപാട് കഴിക്കുക, ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ്കരമാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും നടത്തുക, നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക, സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കഷ്ടപ്പാടിലൊക്കെ ആണെങ്കിൽ ജാതകം നോക്കുന്നത് വളരെ നല്ലതാണ്. അതിന് വേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു തരും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അവസരമുണ്ട്. പൊരുത്തം നോക്കുന്നതിനും മുഹൂർത്തം നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ട്. നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേര് നക്ഷത്രവും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.